യേശുവല്ലോ എന്റെ നന്മ, തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എന്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തന്നിതം പോ. സുഭാഷിതം. വീണ്ടും പണിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ നിന്നും ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. ആഫ്റ്റർ ദിസ് ഐ വിൽ റിട്ടേൺ and will rebuild the tabernacle of David, which has fallen down. I will rebuild its ruins and I will set it up. ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കാതെ നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലതിലും നാം വീണും ശൂന്യമായ അവസ്ഥയിലുമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് നേരെ നിർത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നന്നായിരുന്നു. കൂടാരം എന്നതിന് വളരെ വിപുലമായ അർത്ഥവ്യാപ്തിയാണ് വേദപുസ്തകം നൽകിയിരിക്കുന്നത്. വളരെ ലളിതമായ അർത്ഥത്തിൽ നമുക്ക് വാസസ്ഥലമെന്ന് മനസ്സിലാക്കാം. ഇവിടെ ദാവീദിന്റെ വീണുപോയ കൂടാരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ സഭയെയും ദൈവത്തിന് അർപ്പിക്കുന്ന വിശുദ്ധ ആരാധനയെ സൂചിപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരേവരും കർത്താവിന്റെ സഭയുടെ അംഗങ്ങളാണ്. മനുഷ്യാവതാരത്തെ വിവരിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ബൈബിളിൽ കൂടാരങ്ങൾ പലപ്പോഴും ഭൗമിക ജീവിതത്തിന്റെ താൽക്കാലിക സ്വഭാവത്തെ പ്രതീകപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർ 5-1 വാക്യത്തിൽ വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. തന്നെയുമല്ല, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നു. ഭവനത്തിനും സഭയ്ക്കുമൊക്കെ പര്യായമായി കൂടാരമെന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏത് കൂടാരമാണ് വീണുപോയിരിക്കുന്നത്? നാം തന്നെയായ കൂടാരമോ, അതോ നമ്മുടെ ഭവനമോ സഭയോ? എന്ത് തന്നെയായാലും വീണുപോയതിൽ നിന്നെ പുനരുദ്ധരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. അത് വീണ്ടും പണിയുമെന്ന് കർത്താവ് പറയുന്നു. നമ്മെ ഒന്ന് പണിയുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പണികൾ ചെയ്യാതെ യേശു കർത്താവിനെയും കൂടെ നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ പണികളൊക്കെ അങ്ങോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. യേശു കർത്താവ് പറഞ്ഞത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നാം പണിയുവാൻ ഒരുമ്പെടുമ്പോൾ കർത്താവ് നമ്മുടെ കൂടാരത്തെ പണിയും. ശൂന്യശിഷ്ടങ്ങളെ പണിത് വീണ്ടും നിവർന്നു നിൽക്കുമാറാക്കും. എവിടെയാണ് നാം വീണ് കിടക്കുന്നത്? മാനസികമായ തകർച്ചയാണോ? ശാരീരികമായ രോഗമാണോ? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? തലമുറകൾ ദൈവത്തെ അനുസരിക്കുന്നില്ലേ? എന്ത് തന്നെയായാലും നാം എവിടെ വീണ് കിടക്കുന്നു എന്ന് കർത്താവിനോട് പറയാം. കർത്താവിനെ എല്ലാം അറിയാം. എങ്കിലും യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്നും, അന്വേഷിപ്പീൻ, കണ്ടെത്തുമെന്നും, മുട്ടുവീൻ, തുറക്കപ്പെടും എന്നുള്ളതും കർത്താവിന്റെ വാക്കുകളാണല്ലോ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഒരു പണിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവസ്ഥകൾ മാറുവാൻ പോകുന്നു. സമർപ്പിക്കാം. കരുണയുള്ള പിതാവേ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ പണിയണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. അവനുടയ്ക്കും അവൻ പണിയും